സോ വാഷിംഗ് ടൈം തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ വാഷിംഗ് വരെ പോയി ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ചൊക്കെ സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വാഷ് ചെയ്യുന്ന ടൈമൊക്കെ ഞാൻ എന്തൊക്കെ ആലോചിച്ചോന്നല്ലേ, ഞാൻ ലോങ് ബോബ് പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ചു ഗൈസ്. എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എൻ്റെ സ്വഭാവത്തിൽ വല്ല മാറ്റമുണ്ടോ? അങ്ങനെ ഒരു ബ്ലീച്ചൊക്കെ ഇട്ടങ്ങ് കഴുകി നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊക്കെ വേണിച്ചു, അതും പറയാം. അങ്ങനെ ഇവർ ചൈനീസ് ചെയ്യുന്ന പോലെ ടർക്കി വെച്ച് എന്തൊക്കെയോ കെട്ടിക്കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ആമയും കുറച്ച് ഇൻ്റർവ്യൂ ഒക്കെ അങ്ങ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവർ ചെയ്തത് ടർക്കി കൊണ്ട്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കട്ടിങ് തുടങ്ങാൻ പോവുകയാണ്. കട്ടിങ്ങൊന്നും വീഡിയോ എടുത്തു തോന്നുന്നില്ല. ഫൈനൽ ലുക്ക് എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈബ്രോൺസിലാണ് വന്നിട്ടുള്ളതെന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇവിടെ നല്ല അടിപൊളിയാണ്. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയണില്ല, നിങ്ങൾ എന്നെ കാണൂ. അപ്പോൾ എൻ്റെ മുടി അത്രയ്ക്ക് തിക്കൊന്നുമില്ല കേട്ടോ. പക്ഷെ അവളുടെ മുടി അങ്ങനെയല്ല, അത്യാവശ്യം നല്ല തിക്കുള്ള മുടിയാണ് കേട്ടോ ആമിയുടെ. അപ്പോൾ എൻ്റെ കട്ടിങ് എന്തായാലും തുടങ്ങുന്നതെന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തായാലും ഗൂഗിളിലൊക്കെ കണ്ട പോലെ ഉണ്ടാവുമോ എന്നറിയില്ല. 2 ദിവസം എന്തായാലും അങ്ങനെ ഉണ്ടാവും. കുളിച്ച് കഴിഞ്ഞാൽ ഉള്ള വീഡിയോ എങ്ങനെ ഉണ്ടാവും, എൻ്റെ മുടി എങ്ങനെയാണ്, നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും എങ്ങനെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അവരിങ്ങനെ ടൈറ്റാണോ എന്നൊക്കെ ചോദിക്കാനായിട്ട്. അപ്പം ഞാൻ ഹിന്ദിയിലാട്ടോ, അവരുടെ ഹിന്ദി ഒട്ടും മനസ്സിലാവുന്നില്ല. അവർ ചൈനീസ് അല്ലേ, പക്ഷെ എനിക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെയൊക്കെ പറയാം. തിരിച്ച് പറഞ്ഞാലേ അവർ സ്പീഡിൽ ചോദിക്കാൻ തുടങ്ങും. അവരുടെ ഹിന്ദി മേ ക്യാ കർത്താവോ തൂ ക്യാ കർത്തായ അങ്ങനെയൊക്കെ ഓക്കെ. അവർ അങ്ങനെ ആ ഒരു സ്പീഡ് ഹിന്ദിയാണ്, ഒന്നും മനസ്സിലാവില്ല. വേഗം പറയുമ്പോൾ അവരുടെ സൗണ്ട് ഏകദേശം അതുപോലത്തെ ഒരു സൗണ്ടാണ്. അപ്പം എൻ്റെ മുടി ചീന്താൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണോ കട്ട് ചെയ്യുക, ചിന്തി ഞാനും മാമയും ഒരേ സ്റ്റൈലാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ ഗൂഗിൾ ഫോട്ടോസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിയെന്നേ ഉള്ളൂ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും സ്റ്റൈൽ ഒരേപോലെയായിരുന്നു. ഞാൻ അവളുടെ സ്റ്റൈല് ലാസ്റ്റ് ഇടാട്ടോ, അവളെങ്ങനെയായിരുന്നു. 2 പേരും ഏകദേശം ഒരേപോലെ തന്നെയായിരുന്നു. ആമയുടെ സീൻ സാരല്ല, സ്കൂളിൽ പോകുമ്പോൾ ഇതല്ലേ നല്ലത്. പൊന്നു മുടി എടുക്കണ്ട. കുറച്ചൊക്കെ സങ്കടം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് അവളിങ്ങനെ എടുത്ത് മുടി കാണിച്ചപ്പോൾ ഒരുപാടായ പോലെ തോന്നി. പിന്നെ അവർ ഈ ഡ്രയർ കൊണ്ട് എന്തൊക്കെയോ ചെയ്യുമ്പോഴേക്കും നല്ല ഭംഗിയൊക്കെ ആവും. അപ്പോൾ ആമിയുടെ മുടി കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ മുടി ഏകദേശം ഗൂഗിളിൽ കണ്ട പോലെ തന്നെയാണ്. പക്ഷെ എൻ്റെ അങ്ങനെ ആയിരിക്കുമെന്ന് അറിയില്ല. പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടോ ഇത്ര മുടിയേ ഉള്ളൂ തോന്നി. ബാക്കിലുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഞെട്ടിപ്പോയി. പിന്നെ അവർ ഡ്രയർ കൊണ്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു സമാധാനമായത്. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് പറഞ്ഞത് അമ്മ മുടി വെട്ടണ്ട വീട് വെട്ടണ്ടെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഹൈബ്രോൺസിൽ വന്ന് കരഞ്ഞ് അളുമ്പാക്കിട്ടോ ഞാൻ. അങ്ങനെ ഇപ്പം നല്ല അടിപൊളിയെന്ന് തോന്നിയിട്ടോ എനിക്ക്. ഡ്രയറൊക്കെ ഇട്ടാ അവസാനത്തെ ലുക്ക് ഉണ്ടല്ലോ. നിങ്ങൾ എത്ര പേര് ലോങ് ബോബ് അടിച്ചിട്ടുണ്ട്? അവർ കമൻറ്റ് ബിലോ. ഒരു ട്വിസ്റ്റ്, എൻ്റെ ടോപ്പും ലൂസാണ്. ഈ ഒരു സംഭവം കെട്ടിയതും അഴിഞ്ഞു വന്നു, പണിപ്പാളി. അങ്ങനെ ആ സംഭവമേ ഒഴി. അപ്പോൾ കുറച്ച് സമാധാനമായി. അങ്ങനെ ഫൈനലിലൊക്കെ ആവാൻ ഇനിയും കുറച്ച് മിനിറ്റ്സ് മാത്രം ബാക്കി. ഓക്കെ ഗൈസ്, അപ്പം എൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ബിക്കോസ് ഞാൻ ജീവിതത്തിൽ ഇത്രയും ഷോർട്ട് ആക്കിയിട്ടില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പർ. അപ്പം എല്ലാവർക്കും ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഒരു വീഡിയോ വരുന്ന വരക്കും. അപ്പോൾ നാളെ ഒരു സ്പെഷ്യൽ ഉണ്ടല്ലേ അവന്, അത് നമ്മൾ ഗൈസ് ഭയങ്കര പൊളിയായിരിക്കും. അത് സർപ്രൈസ് ആണ് ഗൈസ്. ഇനി കുറച്ചുകൂടെ നിന്ന് അവളെല്ലാം പറയും. അതുകൊണ്ട് എല്ലാവർക്കും ബൈ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ലൈക്ക് ചെയ്യുക. കുറേ നേരം എല്ലാവർക്കും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.